എല്ലാവരും കയറി പോന്നോളിൻ. നമുക്കിനിയിപ്പോൾ ഹാൽ ചർച്ചയൊന്നും വേണ്ട, കലുങ്ക് ചർച്ചയാണ്. നമുക്ക് ഓരോ കലുങ്ങുകൾ തിരഞ്ഞെടുക്കുക, ഓരോ തോടിൻ്റെ സൈഡൊക്കെ തിരഞ്ഞെടുക്കുക, അവിടെ ഇരുന്ന് നമുക്ക് നാട്ടുവർത്തമാനം പറയാം. കാരണം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പാണ് വരുന്നത്. ഇവിടെ ഇപ്പോൾ സുരേഷ് ഗോപി പുതിയ ഒരു മാതൃക ആരംഭിച്ചിട്ടുണ്ട്. നാട്ടു ചർച്ച. ഈ സിനിമയിലൊക്കെയാണ് സാധാരണ ഇങ്ങനെയൊക്കെ ഉള്ളത്. അടൂർ ഫാസിലിൻ്റെയൊക്കെ പഴയ സിനിമയിലൊക്കെ എല്ലാവരും കൂടെ നാട്ടുകൂട്ടം പോലെ ഇരുന്നൊക്കെ ചർച്ച ചെയ്യുന്ന അങ്ങനെ ഒരു നാട്ടുകൂട്ടം തൃശ്ശൂരിൽ ആരംഭിച്ചിട്ടുണ്ട്. അതൊരു കൗതുകം ഉള്ളത് കൊണ്ടാണ് വീഡിയോ ചെയ്യുന്നത്. അല്ല BJP ചെയ്തതുകൊണ്ടോ സുരേഷ് ഗോപി ചെയ്തതുകൊണ്ടോ അങ്ങനെയല്ല. ഇതിൻ്റെ കൗതുകമുണ്ട്. ഒരു പുതിയ പരിപാടി എന്നുള്ളൊരു കൗതുകമുണ്ട്. എന്താണ് കൗതുകം? ഒരു കലുങ്ക് ചർച്ച. അതായത് ഒരു 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 പ്രത്യേക സ്ഥലം, ഇങ്ങനെ സ്ഥലങ്ങൾ സെലക്ട് ചെയ്യുന്ന പോലും വളരെ നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഗ്രാമീണ സ്ഥലങ്ങൾ സെലക്ട് ചെയ്യുക, അവിടെ ആളുകൾ വന്നിരിക്കുക, അവരവരുടെ അഭിപ്രായങ്ങൾ പറയുക, കൊച്ചു വർത്താനം പറയുക, അവരുടെ പരാതികൾ പറയുക, പരിദേവനങ്ങൾ പറയുക, അത് നോട്ട് ചെയ്തെടുക്കുക, അതിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക. ഇപ്പോൾ സത്യൻ അന്തിക്കാടൊക്കെ അതിൽ പങ്കെടുത്തു എന്നാണ് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അതൊരു പുതിയ കാഴ്ചപ്പാടാണ്, പുതിയൊരു അനുഭവമാണ്. ഇപ്പോൾ തൃശ്ശൂരിലാണ് അത് ആരംഭിച്ചിരിക്കുന്നത്. സുരേഷ് ഗോപിയാണ് അതിന് തുടക്കം കുറിച്ചത്. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ചർച്ചകൾ നടക്കട്ടെ, ആയിരക്കണക്കിന് നാട്ടുകൂട്ടങ്ങൾ വരട്ടെ, ആയിരക്കണക്കിന് ഗ്രാമസഭകൾ ഉണ്ടാകട്ടെ. അങ്ങനെ ജനങ്ങൾ കൂടിയിരുന്ന് ജനാധിപത്യത്തെ കൂടുതൽ സാർത്ഥകമാക്കട്ടെ. എന്തായാലും BJP തുടങ്ങി വെച്ചത് ഒരിടത്താക്കി നിർത്തരുത്. 10,20,000-ഓളം 25,000-ഓളം വാർഡുകളുണ്ട്. അങ്ങനെ ഒരു വാർഡിൽ ഒരു 3-4 ഒക്കെ അങ്ങ് വെച്ച് നടത്തുക. അപ്പോൾ 1,00,000-ഓളം അവർക്ക് നടത്താം. ഇപ്പുറത്ത് ഇവരും നടത്തുക 1,00,000, മറ്റവരും നടത്തുക ഓരോ ലക്ഷം. അങ്ങനെ ഓരോ ലക്ഷം വെച്ച് എല്ലാവരും നടത്തിയാൽ ഒരു 4-5 ലക്ഷം കലുങ്ക് ചർച്ചകളെന്ന് പേരുകൾ മാറ്റിയിട്ടുള്ളൂ. നാട്ടുകൂട്ടമെന്നോ എന്തെങ്കിലുമൊക്കെ ഗ്രാമസഭയെന്നോ ഗ്രാമശ്രീ എന്ന പേര് മാറ്റിയിട്ടുള്ളൂ. പക്ഷേ ജനങ്ങളുമായി ചർച്ച ചെയ്യുക. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അത് വരട്ടെ. ജനങ്ങൾക്ക് വോട്ട് കിട്ടാനും ചെയ്യുന്നതിന് മുമ്പ് അവരുടെ വേദനകൾ, പരിദേവനങ്ങൾ, സങ്കടങ്ങൾ, ദുഃഖങ്ങളൊക്കെ കേൾക്കുകയും ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുമ്പോഴാണല്ലോ ജനാധിപത്യ സാർത്ഥകമാകുന്നത്. അതുകൊണ്ട് ഇതൊരു ഏറ്റവും ഗ്രാസ് റൂട്ട് ലെവലിൽ നടക്കുന്ന, ഡൗൺ ടു എർത്തിൽ നടക്കുന്ന, ഡൗൺ ട്രോഡനായിട്ടുള്ള ഏറ്റവും താഴത്തിൽ നടക്കുന്ന ഈ ചർച്ചയെ 50 പേരെ പങ്കെടുത്തോളെങ്കിലും നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. 5000 പേരുണ്ടെങ്കിലും പ്രോത്സാഹിപ്പിക്കണം. കാരണം ഇതൊരു നാടിൻ്റെ സ്പന്ദനമാണ്, ഒരു രാജ്യത്തിൻ്റെ, ഒരു പ്രദേശത്തിൻ്റെ ജനാധിപത്യത്തിൻ്റെ സ്പന്ദനമാണ്. ഇന്ത്യയുടെ ആത്മാവ് ഗ്രാമങ്ങളിലാണെന്ന് ഗാന്ധിജി പറഞ്ഞു. ശരിക്കും ഇതാണ് ആത്മാവ്. അതിനുള്ള പ്രവർത്തനങ്ങൾ നടക്കട്ടെ. എല്ലാ പാർട്ടിയും, ഒരു പാർട്ടി തുടങ്ങി വെച്ചു എന്ന് പറഞ്ഞ് മറ്റു പാർട്ടികൾ അതിനകത്ത് തുടങ്ങാതിരിക്കേണ്ട. എല്ലാവരും ഇത് തുടങ്ങട്ടെ. എല്ലാവരും താഴെത്തട്ടിൽ ഇതുപോലത്തെ കാര്യങ്ങൾ ചെയ്യുക. പഞ്ചായത്ത് അടിസ്ഥാനത്തിലും അയൽക്കൂട്ടാടിസ്ഥാനത്തിലും ഗ്രാമസഭാടിസ്ഥാനത്തിലും നാട്ടുകൂട്ടാടിസ്ഥാനത്തിലും കലുങ്ക് വെയിറ്റിംഗ് ഷെഡൊക്കെ ഉണ്ട്. നാട്ടിൻപുറത്തൊക്കെ വായനശാലകളുണ്ട്, പിന്നെ ഗ്രന്ഥശാലകളുണ്ട്, ഒത്തിരി സൗകര്യങ്ങളുണ്ട്. ആൽത്തറകളുണ്ട്. ആൽത്തറ മീറ്റിംഗ് നടത്തണം. നല്ല രസമായിരിക്കും. നല്ല അമ്പലങ്ങളിലൊക്കെ, വലിയ അമ്പലങ്ങളിലൊക്കെ ആൽത്തറകളുണ്ട്. അപ്പോൾ ആൽത്തറയുടെ മൂട്ടിൽ മീറ്റിങ്ങുകൾ, കലുങ്ക് മീറ്റിങ്ങുകളൊക്കെ നടക്കട്ടെ. നമ്മുടെ ജനാധിപത്യം സാർത്ഥകമാകട്ടെ. ആവശ്യമില്ലാത്ത മസാല വാർത്തകളും വിവാദങ്ങളും തർക്കങ്ങളും പെണ്ണുകേസും പെണ്ണുപിടിയും അതുപോലെ മദ്യവും മദിരാശിയും ലോട്ടറിയും കാര്യങ്ങളൊക്കെ ചർച്ച മാറ്റിവെച്ച് അവധി കൊടുത്തുകൊണ്ട് നമുക്ക് സാർത്ഥകമായ ജനാധിപത്യ ചർച്ചകളിലേക്ക് പോകാം. അത് നമ്മുടെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ, തദ്ദേശ മനസ്സ് തെരഞ്ഞെടുപ്പിനെ ശക്തിപ്പെടുത്തും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.